ഹലോ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ കോള് വന്ന് അങ്ങനെ നമ്മൾ പുതുതായിട്ട് ഇൻറ്റീരിയർ ചെയ്ത മാഹിയിലുള്ള സുശീൽ കുമാറിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേപോലെ നമ്മൾ വീഡിയോസ് കണ്ട് വളരെ ഇഷ്ടപ്പെട്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അത് നമുക്ക് വളരെ മനോഹരമായിട്ടൊരു ഇൻറ്റീരിയർ ആക്കി ചെയ്യാൻ സാധിച്ചു. അവരും വളരെ ഹാപ്പിയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്റ്റീരിയർ വ്യൂ ആണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് പിന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അതേപോലെ നല്ല പുല്ലും ചെടികളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതേ പിന്നെ നമ്മളതിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് പോകുന്നത്. സിറ്റ് ഔട്ടിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പം അത്യാവശ്യം ലെങ്ത്തുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു ഏരിയ, ഔട്ടർ കോർട്ട്യാർഡ് പോലത്തെ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് വീടിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ മാക്സിമം ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിന് ഇൻറ്റീരിയർ ചെയ്യാൻ ഫൊറാലി ഇൻറ്റീരിയേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണാം. നമ്മൾ മെയിൻ ഡോറ് കടന്ന് വരുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സോഫ സിറ്റിംഗ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിന് പകരം യു ഷേപ്പായിട്ട് തന്നെ ഇതിൻ്റെ സിറ്റിംഗ് ഏരിയ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാളാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് വാള്. നമ്മൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ ത്രൂ ഔട്ട് ഫ്ലോർ ടു സീലിംഗ് വരെ ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. അതിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തു. പിന്നെ രണ്ട് സൈഡിൽ മിററിലും അതേപോലെ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കി. പിന്നെ ഇവിടെ ഫുൾ ലെങ്ത്ത് കർട്ടൻ ചെയ്തു, ഡബിൾ ലെയറായിട്ട് ഷീറൊക്കെ കൊടുത്തിട്ട്. പിന്നെ ആ രീതിയിലാണ് ഇവിടുത്തെ ലിവിങ് റൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗി ഉള്ളൊരു ഫീലിലാണ് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പാർട്ടിഷന് ഇതൊരു ഗ്ലാസ് പാർട്ടീഷനാണ്. അപ്പം ഇത് നമ്മൾ കസ്റ്റംസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുത്തൊരു ഗ്ലാസ് പാർട്ടീഷൻ കൂടിയാണിത്. ഇത് ഡയറക്റ്റ് കിച്ചണാണ് അവിടെ വരുന്നത്. അതിലേക്ക് കാഴ്ച വരാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ഈ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ഇവിടെ ഒരു കൺസോൾ ടേബിളാണ് വരുന്നത്. വളരെ മനോഹരമായിട്ട് വന്നിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കൺസോൾ ടേബിളാണിത്. വാളിൽ ഗ്ലാസ്, മിറർ ഗ്ലാസ് കൊടുത്ത് ഗോൾഡൻ റീപ്പർ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ട് ഇതിൻ്റെ PU പെയിൻറ്റിലാണ് ഈ കൺസോൾ ടേബിളിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്, ഫിനിഷിങ്. പിന്നെ നമ്മൾ വരുന്നതിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൽ വരുമ്പം ഇവിടെയാണ് ഡൈനിങ് പോർഷൻ വരുന്നത്. ഈ ഒരു പാർട്ടീഷൻ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടുന്ന് അത് ഭംഗിയായിട്ട് ഈ പാർട്ടീഷന് വരുന്നുണ്ട്. പിന്നെ നല്ല ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒതുങ്ങിയ രീതിയിലുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മോഡുലർ കിച്ചൺ വരുന്നത്. അതിന് ഇവിടെ ഒരു ഫുഡ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തു, 2 സീറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഒരു ഗ്രീൻ ടച്ചിലാണ് ഈ കിച്ചൺ ചെയ്തിട്ട്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ഇതിൽ നമുക്ക് ഒരു എൽ ഷേപ്പിലാണ് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഡോർ, ഫുൾ സ്റ്റോറേജ് കാര്യങ്ങളായിട്ട് കൊടുത്തു. താഴെ അതേപോലെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിൽ ഗ്യാസും സിങ്കും ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതവിടെ വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട്, അവിടെയാണ്. പിന്നെ ഫ്രിഡ്ജ്, ക്രോക്കറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇതിവിടെ ഒരു വാളാണ്, അത് പാനൽ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് എത്തിച്ചതാണ്. ഇതാണ് ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെയും വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് ഇതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയാണ്. ഫാമിലി ലിവിങ് ഏരിയയിൽ ഇവിടെയും ഡബിൾ ഹൈറ്റ് തന്നെ വരുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് കർട്ടൻ വന്നിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ TV യൂണിറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊക്കെ സ്പെഷ്യൽ ഡിസൈൻ, കർവ് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം വലിയ TV തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ കളർ ടെക്സ്ചർ പെയിൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ബോർഡറൊക്കെ ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത് അതിന് ചെയ്യാൻ പറ്റി. ഇനി അടുത്തത് ഇവിടുത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ടച്ചിലാണ് ഇവിടുത്തെ ബെഡ്റൂം, ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ഡിസൈൻ, ഒരു പുതിയ എലമെൻ്റ് കൊടുത്ത് ഹെഡ് ബോർഡ് ഡിസൈൻസ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ കർട്ടൻസും ഒക്കെ എൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ തന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ കുഷൻ ടൈപ്പിലാണ് ഇതിൻ്റെ കട്ടിൽ കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ഫിനിഷിങ്ങിൽ തന്നെ ഇതിൻ്റെ കളർ തീമും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ മിററൊക്കെ നല്ല ഡിസൈൻസ് ആയിട്ട് കൊടുത്ത് വാൾ ടൈലൊക്കെ കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ അതിൻ്റെ വർക്കുകൾ വന്നിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ഏരിയൻ്റെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു സ്പെഷ്യൽ ടൈലൊക്കെ കൊടുത്തൊരു ഈ ഏരിയയിലാണ് ഇവിടുത്തെ സ്റ്റഡി ടേബിൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏരിയ കൊടുത്തു. ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്, ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ നമ്മൾ ഈ ഒരു ടേബിൾ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ആ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് പറയുകയാണെങ്കിൽ വുഡനിൽ തന്നെയാണ്, വുഡനും മെറ്റലിലുമാണ് സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത്. ഇവിടെ അതേപോലെ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലൊരു പാർട്ടീഷന് വന്നിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് കയറുകയാണെങ്കിൽ ഇവിടെയും ഫുൾ ലെങ്ത് ഹൈറ്റ് കർട്ടനും കാര്യങ്ങളും കൊടുത്തു, പിന്നെ ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളും കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതാണ്. പിന്നെ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫൊറാലി ഇൻറ്റീരിയേഴ്സിൻ്റെ യൂട്യൂബ് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.